നെടുമ്പാശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ പരിക്കാണ് ഐവിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക കണ്ടെത്തലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തല മതിലിലോ മറ്റോ ഇടിച്ചതായാണ് സംശയം. ഐവിൻ ജിജോയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണോ? ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ നിൽക്കുകയാണ്? നമ്മളിപ്പോൾ ഉള്ളത് ഐവിൻ ജിജോയുടെ വീട്ടിലാണ്. രാവിലെ മുതലേ അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളൊക്കെ വന്നു പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഐവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടക്കുന്നത്. മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മതപരമായ ചടങ്ങുകളാണ്, സംസ്കാരത്തിന് മുൻപുള്ള ശുശ്രൂഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപർണ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടത്തിൽ അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതനുസരിച്ചിട്ട് തലയിലേറ്റ പരുക്കാണ് ഐവിനെ മരണത്തിലേക്ക് തള്ളിയിട്ടത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ മതിലിലോ മറ്റോ തലയിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല. അതായത് ഐവിന് അപകടം പറ്റിയപ്പോൾ നാട്ടുകാരൊക്കെ ഐവിനെ വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും ശരീരത്തിന് ഒരു ഭാഗം മുഴുവൻ ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നു. അത് ഒരു ആംബുലൻസ് എത്താതെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സാക്ഷികൾ ആ സമയത്തും ഇപ്പോഴും നമ്മളോട് വ്യക്തമാക്കുന്നത് തന്നെയാണ്. അതിദാരുണമായ ഒരു യുവാവിനെ ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയില്ലാതാക്കിയാണ് CSF ജവാന്മാർ പ്രതികരിച്ചത് എന്നാണ്. ഇവർ പേട്ടനായ്ക്കളെ പോലെയാണ് പ്രദേശത്ത് പ്രതികരിക്കുന്നത്, പെരുമാറുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ നായത്തോട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവർ കൂട്ടത്തോടെ വാടകയ്ക്ക് താമസിക്കുന്ന ഇടമാണ്. ഇവിടെ തന്നെ ഇത്തരം നിരവധി പ്രശ്നങ്ങളും മാലിന്യ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. CSFന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ 2 പ്രതികളെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ അതായത് രാത്രിയിൽ ഒരു 10:30യോടുകൂടിയാണ് ഈ സംഭവം. ആളുകളെ ആരോ തട്ടിക്കൊണ്ടു പോവുകയാണ് എന്നാണ് ചുറ്റുവട്ടമുള്ളവർ, ഐവിന്റെ നിലവിളി കേട്ടവർ വിചാരിച്ചത് എന്നാണ്. അങ്ങനെയാണ് നാട്ടുകാർ ഓടിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു ഇതിൽ ഈ വണ്ടി ഓടിച്ചിരുന്ന വിനയ് കുമാറിനെയും അതുപോലെ മോഹൻ എന്ന് പറയുന്ന ആളെയുമാണ് നാട്ടുകാർ പിടികൂടിയത്. അതിനിടയിൽ ഈ വിനയ് കുമാറിനെ മർദ്ദിച്ചിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലായിരുന്നു. അതായത് പ്രാഥമിക പരിശോധനയിൽ മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അയാൾക്ക് സാരമായ പരിക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രാഥമികമായ പരിശോധനാ ഫലം അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് മോഹൻകുമാറിനെ ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് 3 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം 3 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 2 മണിയോടുകൂടിയാണ് ഐവിന്റെ മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപർണ.